ഈ വിഴിഞ്ഞത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ദിവ്യശൈലം മാറ്റിയത് ഉൾപ്പെടെ വിവാദമായിരിക്കുന്നു. ഇല്ല, അതിൽ കൺഫ്യൂഷൻ്റെ യാതൊരു പ്രശ്നവും ഇപ്പം അവശേഷിക്കുന്നില്ല. കാരണം കൃത്യമായ അജണ്ട വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിലയാണ് വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത്. വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നമുക്കറിയുന്നത് പോലെ പ്രത്യേക പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരം വരെ പോയി. പോകുന്ന കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ അദാനിയുടെ പ്രമുഖരായ വക്താക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കൃത്യതയോടുകൂടിയുള്ള ഒരു ഡീലാണ് ഇപ്പോഴും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തേത് സ്വകാര്യവൽക്കരണമാണ്. കേരളത്തിൻ്റെ ധാതു സമ്പത്തുകൾ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ധവളപത്രത്തിലും ബഡ്ജറ്റിലും അവതരിപ്പിച്ച് നമ്മൾ കണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കടലും കരയും ആകാശവും എല്ലാം തൂക്കി വെക്കാനുള്ള, കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനുള്ള തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് വേണം തുറമുഖത്തെയും വിഴിഞ്ഞത്തെയുമെല്ലാം കാണാൻ. വിഴിഞ്ഞം പദ്ധതി ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് MSC. ആ MSCയുടെ കപ്പലുകൾ ഏറ്റവും വലുതുൾപ്പെടെ 1000 കപ്പലുകൾ തൊട്ട ഇത്രയും സമയം കൊണ്ട് മറ്റൊരു തുറമുഖവും ലോകത്ത് ഉണ്ടായിട്ടില്ല. ആ തുറമുഖത്തിൽ നല്ല താല്പര്യം MSC കമ്പനിക്ക് ഉണ്ട്. കാരണം ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോകും. അപ്പോൾ വിഴിഞ്ഞം പൂർണ്ണമായിട്ട് കൈയടക്കുക എന്നുള്ളത് കോർപ്പറേറ്റുകളുടെ പൊതു താല്പര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമാണ് MSC കമ്പനിക്ക് ഉള്ളത്. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ് യഥാർത്ഥത്തിൽ അത്. നടത്താനുള്ള കരാറാണ് അദാനിയുമായി ഉമ്മൻചാണ്ടി മുമ്പ് ഉണ്ടാക്കിയത്. നമുക്ക് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഹിതവും കേരള സർക്കാരിന് ഇപ്പോഴും കിട്ടുന്നില്ല. 2035 മുതലാണ് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദായം കിട്ടിത്തുടങ്ങുക. അപ്പോൾ വളരെ വേഗം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഷെയർ വിൽപ്പനയിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 6000-ഓളം കോടി ഉറുപ്പിക കേരള ഗവൺമെൻറ് അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. 2497 കോടിയാണ് അദാനി ഇതുവരെ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വലിയ ഒരു തുക കിഫ്ബി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ നമ്മളത് ചെയ്തത്. കേരള ഗവൺമെൻറ്റിൻ്റെ മുടക്കുണ്ട്, പിന്നെ നമ്മുടെ പ്രകൃതിയുണ്ട്. ലോകോത്തരമായ ഒരു തുറമുഖത്തിനാവശ്യമുള്ള പശ്ചാത്തലം അത് ലോകത്ത് തന്നെ വളരെ അപൂർവമാണ്, അതുപോലെ വിഴിഞ്ഞം പോലെ. അപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതിയിൽ കരാറനുസരിച്ച് തന്നെ 25% കൂടുതൽ ഷെയർ വിൽക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങണം. ഷെയറുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് SEBI. അതിൽ കഴിഞ്ഞ 30-ാം തീയതി അവരപേക്ഷ കൊടുത്തിരിക്കുകയാണ് അദാനി. 29-ാം തീയതിയാണ്, ജൂൺ 29-നാണ് യഥാർത്ഥത്തിൽ
അദാനിയും MSC കമ്പനിയുമായി ധാരണയിലെത്തുന്നത്. കേരള ഗവൺമെൻറ്റിനെ അറിയിക്കാതെ, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന ഭാവം നടിച്ചുകൊണ്ട് അവർ സെബിയിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തിന് വേണ്ടി പോവുകയാണ്. ആ സെബിക്ക് കൊടുത്ത അപേക്ഷയുടെ കോപ്പി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ, കരാർ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിക്ക് ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. അദ്ദേഹം അസംബ്ലിയിൽ തന്നെ പറഞ്ഞത് ഞാൻ പത്രം വഴിയാണ് അറിയുന്നത് എന്നാണ്. ഒരു മുഖ്യമന്ത്രി പത്രം വഴിയാണ് നമ്മളെല്ലാം അറിയുന്ന ആ ഘട്ടത്തിൽ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ ആർക്കും തന്നെ കഴിയുന്നതല്ല. അത് അറിയേണ്ടതായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ വേദിയുടെ യോഗത്തിൽ വിമർശനപരമായ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അദാനിയുമായിട്ട് ഡീലുണ്ടാക്കുകയാണ് എന്ന കാര്യം ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിമർശനത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അദാനിയുമായി കരാറുണ്ടാക്കിയത് ഇടതുപക്ഷമല്ല, CPIM അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമല്ല. കരാറുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയും UDFുമാണ്. ആ UDFും അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉണ്ടാക്കിയ കരാർ അന്നേ വിമർശനത്തിന് വിധേയമായതാണ്. കാരണം അതിൻ്റെ ലാഭവിഹിതങ്ങളിലേക്ക് കടക്കാൻ 35 വരെ കാത്തിരിക്കേണ്ടുന്ന ഒരു കരാർ, അതും ഇവിടെ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെയുള്ള കൺസോർഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അദാനിക്ക് ഒരു കുത്തക മുതലാളിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട പരാതി അന്ന് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചതാണ്. പക്ഷെ അന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കാഴ്ചപ്പാട് വേറൊന്നുമല്ല, സ്വകാര്യവൽക്കരണം തന്നെ. ആ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഷെയർ എങ്ങനെയെന്നുള്ളതിനെപ്പറ്റി കരാറുണ്ടാക്കിയത്. അപ്പോൾ അന്ന് പറഞ്ഞ 25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്ന് കരാർ രേഖപ്പെടുത്തുകയും കരാർ ലംഘിച്ചാൽ അവരുമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള കരാറും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശമുണ്ട്, അതോറിറ്റിക്ക് അവകാശമുണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇതായിരുന്നു കരാറിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായ നിയമപരമായ കരാറടിസ്ഥാനത്തിലുള്ള വിഷയം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ല. അതാണ് കൺഫ്യൂഷൻ്റെ പ്രശ്നം. വേറെ കൺഫ്യൂഷൻ എന്താ? ഉറപ്പിച്ച് പറയണം, അദാനിക്ക് 25%-ലധികം ഷെയർ വിൽക്കാൻ ഈ കരാറനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഇല്ലാതെ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കരാർ അംഗീകരിക്കാൻ പറ്റില്ല. എന്താ പറയാത്തത്?